ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പിങ്കിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് വന്നിരിക്കുകയാണ്. അപ്പോൾ പോലീസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അരുന്ധതി അവിടെ കിടന്ന് ഭയങ്കര ബഹളം. ഗൗതം മോനെ, ഇത് ഒരിക്കലും സമ്മതിക്കാനായിട്ട് പാടില്ല. നീ ഒരിക്കലും പിങ്കിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകരുത്. കാരണം ഈ കുടുംബത്തിന് നാണക്കേടാണ്. ഇവൾ ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടുകയാണ്, കുടുംബത്തിൻ്റെ ഓരോ കാര്യങ്ങളും അന്വേഷിക്കാതെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അരുന്ധതി തുടങ്ങി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മറ്റുള്ള പോലീസുകാർ പറയുകയാണ്, സാറേ, സാറിൻ്റെ വൈഫ് പറഞ്ഞതിനനുസരിച്ച് ഞങ്ങൾ FIR തയ്യാറാക്കി കഴിഞ്ഞു. ഇത് കേട്ട അരുന്ധതി, FIR എന്ത് വേണേലും തയ്യാറാക്കിക്കോ, പക്ഷേ അതെല്ലാം വലിച്ചു കീറി കളഞ്ഞേക്കണം. ഇതിവിടെ നടക്കൂല. ഈ പിങ്കി അറസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. മോനെ, നീ ഒരു കാര്യം പറ മോനെ, നീ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കുക. ഒരിക്കലും പിങ്കി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകരുത് മോനെ. അവൾ നേരെയുള്ള കേസെല്ലാം പിൻവലിച്ചേക്ക്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതം ഒന്നും മിണ്ടാതിരിക്കുക. അപ്പം നന്ദയാണെങ്കിൽ, ഗൗതം സാർ, ഞാൻ ഗൗതം സാറിൻ്റെ ഭാര്യയാണെന്ന് ഗൗതം സാർ ഓർക്കണ്ട. ദേ, സാറിൻ്റെ അടുത്ത് ഒരു പരാതി കൊണ്ടുവന്ന് ഒരാളെ കൊണ്ട് തന്നു. അത്രയും മാത്രം വിചാരിച്ചാൽ മതി. ആ പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ, സത്യമുണ്ടോ എങ്കിൽ മാത്രം ദേ ഗൗതം സാറ് ഇതിനെതിരെ കേസെടുത്താൽ മതി. സാറൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞത് മുഴുവനും സത്യമാണെന്ന് സാറിനും അറിയാം, ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും അറിയാം. എന്നിട്ടും കേസ് എടുക്കാതിരുന്നാൽ അത് ശരിയാവില്ല സാർ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മറ്റുള്ള പോലീസുകാർ ചോദിക്കുകയാണ്, എന്താണ് സാറേ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഒരാൾ വന്ന് പരാതി തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ FIR തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? അതുതന്നെ നിങ്ങൾ ചെയ്തോളൂ. അതിന് ഞാനൊരു എതിരഭിപ്രായം പറയില്ല. കേസിൻ്റെ വഴിയേ നടക്കും. നടപടി വഴിയും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അരുന്ധതിക്ക് കാലി വരികയാണ്. ഗൗതം മോനെ, നീ എന്തൊക്കെയാ പറയുന്നത് ഗൗതം മോനെ? പിങ്കി അറസ്റ്റ് ചെയ്യാനോ? അതെ, പിങ്കി അറസ്റ്റ് ചെയ്യാൻ തന്നെ. നന്ദ, നീ ചെയ്ത ഈ കേസ് പിൻവലിക്ക് നന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഇല്ല, ഒരിക്കലുമില്ല. എൻ്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചവളാണ് ഇവള്. ഇവൾക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളെ പോലീസ് അറസ്റ്റ് ചെയ്യും. ഇത് എൻ്റെ തീരുമാനമാണ്. എൻ്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എൻ്റെ കുഞ്ഞിനെ ഇവൾക്ക് ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെ വനിതാ പോലീസിനോട് പറയണ ഗൗതം പിങ്കിയെ അറസ്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ വനിതാ പോലീസ് ചെന്ന് പിങ്കിയെ പിടിക്കുകയാണ്. അപ്പോൾ പിങ്കി പറയണം, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തില്ലെന്ന്. നീ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് തീരുമാനിക്കാം, നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞുകൊണ്ട് പിങ്കിയെ നന്ദയുടെ മുന്നിൽ തന്നെ വലിച്ചഴച്ചുകൊണ്ട് പോലീസുകാർ പോകുക. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഈ അരുന്ധതി. പോകുന്ന വഴിയെ നമ്മുടെ നന്ദയൊന്ന് തുറിപ്പിച്ച് നോക്കിക്കൊണ്ട് പോവുകയാണ് പിങ്കി. നന്ദയ്ക്ക് അതാണെങ്കിൽ ഭയങ്കര സന്തോഷം, അരുന്ധതിയാണെങ്കിൽ ഭയങ്കര കരച്ചിലും. ഗൗതത്തിനും അതങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എന്ത് ചെയ്യാം? അങ്ങനെ നമ്മുടെ നന്ദ നേരെ ഓടി കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. കുഞ്ഞ് ആ തൊട്ടിൽ കിടക്കുന്ന കഴിഞ്ഞപ്പോഴേക്കും നന്ദയുടെ ചങ്ക് തകർന്നു പോവുകയാണ്. കാരണം ഇത്രയും ദിവസം നന്ദയിൽ നിന്ന് അകറ്റി നിർത്തുകയായിരുന്നു പിങ്കി ആ കുഞ്ഞിനെ. അങ്ങനെ കുഞ്ഞിനോട് തന്നെ നമ്മുടെ നന്ദ പറയണം, മോനെ, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ലടാ. എത്ര ദിവസമായിടാ നിന്നെ എന്നിൽ നിന്ന് അകറ്റി നിർത്തിയത്. ദേ, ഇനി ഒരിക്കലും ഈ അമ്മ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് വരികയായിരുന്നു ഗൗതം. അപ്പോൾ ഗൗതം നേരെ നന്ദയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നന്ദ ഗൗതത്തിൻ്റെ അടുത്ത് ഓടി ചെന്നിട്ട്, ഗൗതം സാർ, കണ്ടില്ലേ, ദേ, ഞാൻ പറഞ്ഞത് മുഴുവനാണ് സത്യം. നമ്മുടെ പിങ്കി നമ്മളെ ചതിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗൗതം ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ഗൗതം സാർ, എന്തൊക്കെ പറഞ്ഞാലും ഗൗതം സാർ, അതാര് പറഞ്ഞാലും ഇനി പിങ്കിക്കെതിരെയുള്ള കേസ് ഞാൻ പിൻവലിക്കില്ല. അതെന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും എൻ്റെ മകനാണ് എനിക്ക് വലുത്. എൻ്റെ മകനെ എനിക്ക് വേണം. ഞാൻ അവനെ വിട്ടു കൊടുക്കില്ല ആർക്കും. അത് ഏതറ്റം വരെയും പോയിട്ടാണെങ്കിലും ഞാൻ എൻ്റെ മകനെ സ്വന്തമാക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഗൗതം സാർ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതം ഒന്നും മിണ്ടാതെ നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല നന്ദ. എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വീണ്ടും കുഞ്ഞിനെ താലോലിച്ചു കുഞ്ഞിനോട് വർത്താനം പറഞ്ഞ് തൻ്റെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം അകറ്റുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഇന്ത്യവരതം ആകെ ഇളകി മറിഞ്ഞൊരവസ്ഥയിലെങ്കിൽ നിൽക്കുകയാണല്ലോ. ആ സമയത്ത് ഗിരിജ വന്നിട്ട്, എന്നാലും നന്ദ ഇത്രയും വലിയ ദ്രോഹം ചെയ്യണ്ടായിരുന്നു എൻ്റെ പിങ്കി മോളോട്. അവൾക്ക് വേണ്ടിയല്ലേ പിങ്കി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കൊടുത്തത്. എൻ്റെ പിങ്കി എത്രമാത്രം കഷ്ടപ്പെട്ടെന്ന് അറിയാമോ ആ കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മിയുടെ ഭർത്താവാണെങ്കിൽ, അത് നിങ്ങളുടെ പിങ്കി മോൾ തന്നെയാണല്ലോ എല്ലാത്തിനും കാരണം. ദേ, അവൾ കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്ദയാണ് അമ്മ. ആ അമ്മയുടെ കയ്യിലേക്ക് ആ കുഞ്ഞിനെ കൊടുക്കണമായിരുന്നു. അല്ലാതെ എന്തൊക്കെ തോന്നിവാസങ്ങളാണ് കാണിച്ചു കൂട്ടിയത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പിങ്കിയല്ലേ പ്രസവിച്ചത്? അപ്പം പിന്നെ നന്ദയ്ക്ക് എന്തിനാ കൊടുക്കുന്നത്? അവൾ ആ കുഞ്ഞിനോട് സ്നേഹവും ലാളനയൊക്കെ കാണിച്ചത് വലിയ തെറ്റാണോ? ലാളനയും സ്നേഹവും കാണിച്ചത് തെറ്റൊന്നുമല്ല.
പക്ഷേ പിങ്കി കാണിച്ചത് അതിക്രമമാണ്. നന്ദയെ ഒരുപാട് അവഗണിക്കുകയാണ് ചെയ്തത്. നന്ദയിൽ നിന്ന് കുഞ്ഞിനെ മാറ്റിമറിക്കുകയല്ലേ പിങ്കി ചെയ്തത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ഗിരിജയ്ക്ക് വീണ്ടും കലി വരികയാണ്. നിങ്ങളെയൊക്കൊന്നും വെറുതെ വിടില്ല. എൻ്റെ മോളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത്. ഇതൊന്നും വെറുതെ വിട്ടാൽ ശരിയാവില്ല. നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നു? ചെയ്യുന്നൊക്കെ ഒന്ന് കാണണമല്ലോ. അല്ലാതെ ഇവിടെ നിങ്ങളുടെ അടവൊന്നും നടക്കാൻ പോകുന്നില്ല ഗിരിജയെ. നിങ്ങളെ പാട് പോയി നോക്കി പോകാൻ നോക്ക്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മോഹിനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളാണ് എല്ലാത്തിനും കാരണം. നിങ്ങളാണ് ഓരോ കാര്യങ്ങളും വളവെച്ച് കൊടുക്കുന്നത്. ഇതൊന്നും ഇവിടെ ശരിയാവില്ല എന്നിങ്ങനെ പറയുക. ഇതേ സമയം തന്നെ പോലീസ് സ്റ്റേഷനിലിട്ട് നമ്മുടെ പിങ്കിയെ തകർത്തടിക്കുകയാണ് വനിതാ പോലീസ്. അപ്പോൾ പിങ്കി ചോദിക്കണേ എന്ത് തെറ്റ് ചെയ്തെന്ന്. നീ തെറ്റ് ചെയ്തില്ലെന്നോ? നീ തെറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു തെറ്റ് കണ്ടിട്ടില്ല. എൻ്റെ ദൈവമേ, മറ്റുള്ളൊരാളുടെ കുഞ്ഞിനെ നീ സ്വന്തമാക്കി വെക്കുന്നു. അത് മറ്റുള്ളവരുടെ കുഞ്ഞൊന്നും അല്ല, ഞാൻ പ്രസവിച്ച കുഞ്ഞ് എൻ്റെ കുഞ്ഞല്ലേ. എനിക്ക് ആ കുഞ്ഞിനെ സ്നേഹിക്കാനായിട്ട് പാടില്ലേ? നിൻ്റെ കുഞ്ഞോ? അല്ല, നിൻ്റെ ഭർത്താവ് മരിച്ചുപോയെന്നല്ലേ നീ പറഞ്ഞത്? അപ്പം പിന്നെ എങ്ങനെ നിനക്ക് കുഞ്ഞുണ്ടായടി എന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ പിങ്കി ഒന്ന് സ്തംഭിച്ച് നിൽക്കുകയാണ്. എന്താ ഞാൻ പറഞ്ഞതിന് നിനക്ക് മറുപടിയില്ലേ? നിനക്കെന്താ നാവ് ഇറങ്ങിപ്പോയോ? നിന്നെ കണ്ടാലറിയാം നീ നല്ല തൻ്റെടിയാണെന്ന്. എങ്ങനെയുണ്ടായത് നിനക്ക് കുഞ്ഞ്? സരോഗസി വഴിയല്ലേ നിനക്ക് കുഞ്ഞുണ്ടായത്. അപ്പം പിന്നെ നിൻ്റെ കുഞ്ഞ് എങ്ങനെയാവും? മാഡം, ഞാൻ എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞില്ല, ഞാൻ പ്രസവിച്ച കുഞ്ഞ്. അതിനെ സ്നേഹിക്കാൻ എനിക്ക് അനുവാദമില്ലേന്ന് ഞാൻ ചോദിച്ചുള്ളൂ. ദേ, നീ പ്രസവിച്ച കുഞ്ഞ് അതൊക്കെ, പക്ഷേ അത് ആരാണ് നിനക്കുണ്ടാക്കി തന്നത്? അതൊന്നും ഈ കാര്യം മറക്കാൻ നിൽക്കരുത്. പിന്നെ വേറൊരു കേസും കൂടി നിൻ്റെ പേരിലുണ്ട്. ഈ സരോഗസിക്ക് നീ എങ്ങനെയാ തയ്യാറായത്? നിന്നെ ആരെങ്കിലും പ്രോത്സാഹിപ്പിച്ചോ? ഇല്ലല്ലോ. നീ കള്ളത്തരം കാണിച്ച് സരോഗസിക്ക് നീ തയ്യാറായി, ആ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ വേണ്ടി. എങ്ങനെയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി പഴയ പല കാര്യങ്ങളും ആലോചിക്കുക. അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. നീ ഗൗതം സാറിൻ്റെയും നന്ദാമേഡത്തിൻ്റെയും കുഞ്ഞിനെ തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ഈ വഴി എത്തിയതെന്ന് എനിക്കിപ്പം മനസ്സിലായി. അതുകൊണ്ട് പൊന്നു മോളെ, നീ ഇനി പുറത്തു പോകാനായിട്ട് പോകുന്നില്ല. നിൻ്റെ മുഖം കണ്ടിട്ട് നീ ഇനി കുറേ നാൾ ഈ ലോക്കപ്പിൽ തന്നെ കിടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇല്ല മാഡം, ഗൗതം സാറിന് അറിയായിരുന്നു ഞാൻ സരോഗസിക്ക് തയ്യാറായെന്ന്. ഗൗതം സാർ വഴി തന്നെയാണ് ഞാൻ സരോഗസിക്ക് തയ്യാറായത്. നീ പറയുന്ന മുഴുവനും പച്ചക്കള്ളമാണ്. ഗൗതം സാർ ഒരിക്കലും ഈ കാര്യത്തിന് കൂട്ടു നിൽക്കില്ല. ഗൗതം സാറിൻ്റെ മുന്നിൽ കൂടി തന്നെയല്ലേ നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നത്. ഒന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ നിന്നെ കൊണ്ടുവന്നിട്ട് ഇത്രയും നേരമായി, ഇതുവരെ ഒരു കോള് പോലും വന്നില്ല എൻ്റെ പൊന്നുമോളെ. നീ അപ്പം ചെയ്ത് കൂട്ടിയത് മുഴുവനും കള്ളത്തരമാണെന്ന് ഇതോടെ മനസ്സിലായി. അതുകൊണ്ട് നീ കൂടുതൽ വാചകം അടിക്കാൻ നിൽക്കണ്ട. നിനക്കിനി ആ കുഞ്ഞിനെ കിട്ടാനൊന്നും പോകുന്നില്ല. എന്തിനിപ്പോൾ നന്ദയ്ക്ക് ആ കുഞ്ഞിനെ കിട്ടിയല്ലോ, പിന്നെ എന്നെ വെറുതെ വിട്ടൂടെ? വെറുതെ വിടാനോ? നന്ദയ്ക്ക് കുഞ്ഞിനെ കിട്ടിയെന്ന് പറഞ്ഞ സത്യമാണ്. പക്ഷേ നീ കള്ള വഴി സരോഗസിക്ക് തയ്യാറായില്ലേ? അപ്പം പിന്നെ നിന്നെ എങ്ങനെ വെറുതെ വിടും? ഈയൊരു കാര്യം കൂടി നിന്റെ തലയിൽ ചുമത്തി ഏൽപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ദേ, ഇവളെ ലോക്കപ്പിലടക്കാൻ മറ്റുള്ള വനിതാ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് മാഡം അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം തീർന്നിട്ട് പെട്ടെന്നൊന്നും നടക്കില്ല. പെട്ടെന്ന് വേണ്ട, അവൾ ഇവിടുത്തെ നിൽക്കട്ടെ. ഏതായാലും ലോക്കപ്പിലാകുമല്ലോ, അത് തന്നെ സമാധാനം. ഇവളങ്ങനെ വെറുതെ വിടാൻ പാടില്ല. പിന്നീട് കാണിക്കുന്ന ഇന്ത്യവരതം ഇളക്കി മറിക്കുകയാണ് ഈ ഗിരിജ. അപ്പോൾ പിങ്കിയുടെ അച്ഛൻ വന്നിരിക്കുക. അച്ഛനോടില്ലാത്തതുള്ള കാര്യങ്ങൾ മുഴുവനും പറയുകയാണ് ഈ ചിറ്റ. ദേ പ്രഭുരാമൻ ചേട്ടൻ്റെ മകളെയാണ് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ലോക്കപ്പിൽ അടച്ചിരിക്കുന്നത്. ഇതിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. അവൾ ഈ കുടുംബത്തിന് വേണ്ടി എന്തോരം ത്യാഗമാണ് ചെയ്തത്. ദേ, വെറുതെ ഇരുന്നേച്ച് അവളെ സരോഗസിക്ക് തയ്യാറാക്കിയിട്ട് അവൾ ആ കുഞ്ഞിനെ വളരെ കഷ്ടപ്പെട്ടാണ് പ്രസവിച്ച് ഇവർക്ക് കൊടുത്തത്. എന്നിട്ടിപ്പോൾ കറിവേപ്പില പോലെ അവളെ വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാനായിട്ട് പറ്റും? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രഭുരാമനാകെ ദേഷ്യം വരികയാണ്. അപ്പോഴാണ് ഗൗതം ഇറങ്ങി വരുന്നത്. അപ്പോൾ ഗൗതത്തെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പ്രഭു ചോദിക്കുകയാണ്, എന്താ ഗൗതം ഇത്? എൻ്റെ മകൾ ഇത്രയും കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് നിങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മോളോട് ഇത്രയും വലിയൊരു ചതി വേണ്ടായിരുന്നു. അതിന് മാത്രം അവൾ എന്ത് തെറ്റാ ചെയ്തത്? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അയ്യോ അങ്കിൾ കേട്ടത് മുഴുവനും തെറ്റായ കാര്യങ്ങളാണ്. സത്യസന്ധമായ കാര്യങ്ങൾ ഞാൻ പറയാം. പിങ്കിയെ ഞങ്ങൾ ആരും സരോഗസിക്ക് വേണ്ടി നിർബന്ധിച്ചിട്ടില്ല. അവള് കള്ളത്തരം വഴി ആണ് ഈ സരോഗസിക്ക് തയ്യാറായത്. ഞങ്ങൾ നിയമിച്ച പെണ്ണ് അത് ഗീതുവാണ്. ഗീതുവാണ് ഞങ്ങളുടെ കുഞ്ഞിനെ ചുമക്കാനായിട്ട് തയ്യാറായി വന്ന ആ സരോഗസർ.
അപ്പോൾ അതെല്ലാം തട്ടിമറിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് കഥകളെല്ലാം ഈ പ്രഭുരാമനോട് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ഗൗതം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രഭുവിനാകെ വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഈ ഒരു കള്ളത്തരമാണ് പിങ്കി ചെയ്തതെന്നും പറയുക. അപ്പോൾ നാണം കെട്ടൊരവസ്ഥ നിൽക്കുകയാണ് നമ്മുടെ പ്രഭു. അപ്പോൾ പിന്നെ അങ്ങളെ എന്താ ചെയ്യേണ്ടത് അങ്ങളെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ചിറ്റ പറയുകയാണ്, ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇവർ പറയുന്നൊന്നും വിശ്വസിക്കാനായിട്ട് നിൽക്കരുത്. ദേ ചേട്ടൻ്റെ മകളെ ചേട്ടൻ തന്നെ രക്ഷിക്കണം. ലോക്കപ്പിൽ കിടക്കുക, അവളെ രക്ഷിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വയസ്സാങ്കാലത്ത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ജീവിക്കാം, അത്രയേ ഉള്ളൂ. നിങ്ങൾ രക്ഷിക്കാതിരിക്കും എന്തിനും ചെയ്യും, എനിക്കെന്താ പ്രശ്നം എന്നും പറഞ്ഞുകൊണ്ട് ചിറ്റ അവിടെ നിന്ന് പോവുക. പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ഗൗതത്തിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്, പ്രഭു ഇനി എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എന്താ പരിപാടി, എനിക്ക് സ്റ്റേഷനിലേക്ക് പോകണം, എൻ്റെ മോളല്ലേ, ഞാൻ ഉണ്ടാക്കി പോയില്ലേ, ഇനി അവൾ നല്ലതാണെങ്കിലും ചീത്താണെങ്കിലും രക്ഷിച്ചല്ലേ പറ്റുള്ളൂ, വലിച്ചെറിയാനായിട്ട് പറ്റില്ലല്ലോ, ഞാൻ നോക്കട്ടെ ഇറക്കാൻ പറ്റുവാന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് പോകുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പിങ്കിയെ ലോക്കപ്പിനുള്ളിലേക്ക് തള്ളിയിടുകയാണ് ഈ വനിതാ പോലീസ്. നീ അവിടെ കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അയ്യോ മാഡം ദയവ് ചെയ്ത് എന്നെ പുറത്തിറക്കണം മാഡം, ഞാൻ അവിടെ വല്ലോടത്തിരുന്നോളാം മാഡം, എന്നെ ലോക്കപ്പിൽ അടക്കരുത് മാഡം, നീ ലോക്കപ്പിൽ കിടന്നാൽ മതി, നീ അതാണ് ബെസ്റ്റ് നിനക്ക്, ഇത്രയും കള്ളത്തരങ്ങളെല്ലാം ചെയ്ത് കൂട്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ 2 സ്ത്രീകളുണ്ടായിരുന്നു. സാറേ എന്താണ് ഇവളുടെ കുറ്റം, അല്ല വല്ല മോഷണമാണോ, അല്ലെങ്കിൽ വല്ല റെഡിലും പിടിച്ചോ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്കാകെ സങ്കടം തോന്നി ഇങ്ങനെ കരയുകയാണ്. അതൊന്നുമല്ല, നിങ്ങളെക്കാളും വലിയ ഇനം ചെയ്തുകൊണ്ടിരിക്കുക ഇവളെ ഒരുത്തൻ്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാനായിട്ട് നോക്കി, അത് കള്ളഗർഭത്തോടു കൂടി തന്നെ. സരോഗസിക്കാണ് ഇവൾ തയ്യാറായത്. എന്നിട്ട് ഒരുത്തൻ്റെ കുഞ്ഞിനെ കള്ളഗർഭത്തോടെ വയറ്റി ചുമന്നിട്ട് ഇപ്പം ആ കുഞ്ഞിനെ കൊടുക്കാനായിട്ട് അവൾ തയ്യാറല്ല. ഇതാണ് ഇവൾ ചെയ്ത കുറ്റം. ആഹാ കൊള്ളാലോ, ഇത് സംഗതി ഓക്കെ ആണല്ലോ. ദേ പെണ്ണേ ഇവിടെ ഇരിക്കി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിക്കട്ടെ, നീ ഇനി ഇവിടെ തന്നെ ആയിരിക്കും. അവളുടെ ഒരു ഇംഗ്ലീഷ്, അപ്പം നമ്മുടെ പിങ്കിയാണെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ പറയണം, മൈൻഡ് യുവർ വേർഡ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം അവിടെ സംസാരിക്കുകയാണ്. നിൻ്റെ ഇംഗ്ലീഷൊന്നും വേണ്ട, നിൻ്റെ അടിവയറ് നോക്കിയൊരു ചവിട്ടിയാലുണ്ടല്ലോ, അമ്മച്ചി എന്നും പറഞ്ഞുകൊണ്ട് മലയാളത്തിൽ നല്ലൊരു വാക്ക് പറയും, അത് പറയിപ്പിക്കണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് അവിടെ നിന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് ആ 2 കുറ്റവാളിയും കൂടി പിങ്കിയുടെ ടോർച്ചർ ചെയ്യുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.